So last class നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസും കോൾ ബാക്ക് ഫങ്ഷൻസും ഒക്കെ പഠിച്ചു. ഇനി ഫോർത്ത് മോഡ്യൂളിൽ ജാവാസ്ക്രിപ്റ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് HTML DOM എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് HTML DOM. DOM മീൻസ് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ. ഇതിനകത്ത് നമ്മൾ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. സോ നമ്മൾ HTML DOM അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു HTML ഡോക്യുമെന്റിനകത്തുള്ള എല്ലാ എലമെന്റ്സിനെയും ആക്സസ് ചെയ്യാനും അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലുമൊക്കെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു DOM യൂസ് ചെയ്യുന്നത്, ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴാണെങ്കിലും ഒരു വെബ് പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്, ആ ബ്രൗസർ ആ പേജിന്റെ ഒരു ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്ട് മോഡൽ യൂസ് ചെയ്തുകൊണ്ടാണ് ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആ ഡോക്യുമെന്റിന്റെ സ്ട്രക്ചർ ആക്സസ് ചെയ്യുന്നത്. സോ ആ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ HTML കമ്പോണൻസ് ഉണ്ട്, അതിനകത്ത് എന്തൊക്കെ എലമെന്റ്സ് ഉണ്ട്, അതിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം തന്നെ നമുക്ക് അറിയാനും അതിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ യൂസ് ചെയ്തുകൊണ്ട് വി ക്യാൻ ഈസിലി ആക്സസ് എനി ഓഫ് ദി HTML കമ്പോണൻസ്. ഓക്കെ, സോ അതാണ് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡലിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ DOM ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റ്, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു HTML ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ എലമെന്റ്സ് വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ല അവിടെ ക്രിയേറ്റ് ആവുന്നത്, പക്ഷേ ഈ നമ്മുടെ ഡോക്യുമെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, സോ അപ്പോൾ ഒരു ഡോക്യുമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റൂട്ട് എലമെന്റ് ആയിട്ട് ഒരു HTML ടാഗ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജിനകത്ത് HTML ടാഗ് മസ്റ്റ് ആയിട്ടും ഉണ്ടാവും, കാരണം HTML ടാഗ് ആണല്ലോ നമ്മുടെ HTML ഡോക്യുമെന്റ് കാണിക്കുന്നത്. സോ ഇൻസൈഡ് ദാറ്റ് വി ഹാവ് ഹെഡ് ടാഗ് ആൻഡ് ബോഡി ടാഗ്. അത് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണൽ ആയിട്ടുള്ള കേസുകളുണ്ട്. അല്ലാത്തതാണെങ്കിൽ നമുക്കിപ്പോൾ ഹെഡും ബോഡിയും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ വിൽ ബി ഹാവിങ് both the elements head and body, and inside the head if we have given some title for the document that will be given inside the head tag. So appo headinulil title undu ennallathu manasilavum. Inside the title we have given the text my title ennulla oru text aanu koduttirikkunnathu ennalladhum idinnu namukku ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ദാറ്റ് ബോഡി ടാഗിനകത്ത് നമ്മളിപ്പോൾ AHREF എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ എലമെന്റ് A എന്ന് പറഞ്ഞ് കാണിക്കും. ദെൻ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആട്രിബ്യൂട്ട് HREF എന്നുള്ള ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന്റെ കറസ്പോണ്ടിങ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് മൈ ലിങ്ക് എന്നുള്ള ടെക്സ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ ഒരു H1 ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. H1 ടാഗിൽ മൈ ഹെഡർ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ ഈ ഒരു ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ കണ്ടാൽ തന്നെ നമ്മുടെ ആ HTML ഡോക്യുമെന്റിനകത്ത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. സോ വി ക്യാൻ ഹാവ് ഓൾ ദ ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ HTML document. So this will help us to easily access the each and every HTML element. Okay, so appo namakku JavaScript use cheyido allengil edengilum scripting languages use cheyide easily namakku edoru element ine venengil access cheyide modify cheyanulla provision undu. സോ അപ്പോൾ ഈ ഒരു ഒബ്ജക്ട് മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഡൈനാമിക്കൽ ആയിട്ടുള്ള HTML കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് ഇതുവഴി നമുക്ക് കിട്ടുന്നത്. സോ ജാവാസ്ക്രിപ്റ്റ് ക്യാൻ ചേഞ്ച് ഓൾ ദ HTML എലമെന്റ്സ് ഇൻ ദ പേജ്. ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് HTML എലമെന്റ്സ് എല്ലാം തന്നെ ചേഞ്ച് ചെയ്യാം. അതുപോലെ HTML ആട്രിബ്യൂട്ട്സ് ചേഞ്ച് ചെയ്യാം. CSS കൊടുത്തിട്ടുണ്ടെങ്കിൽ CSSന്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ HTML എലമെന്റ്സിനെ ആട്രിബ്യൂട്ട്സിനെയും റിമൂവ് ചെയ്യാനും ആഡ് ചെയ്യാനും ഒക്കെ പറ്റും. ദെൻ ഒരു ഇവന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇവന്റ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രൊവിഷൻ കിട്ടും. പുതിയ ഇവന്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കിട്ടും. സോ ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ വി ക്യാൻ മേക്ക് ഡൈനാമിക് HTML യൂസിങ് ദിസ് DOM. ഓക്കെ,
So HTML DOM can be accessed with JavaScript. In the DOM, all HTML elements are defined as objects. എല്ലാ HTML elementsനെ നമ്മൾ objects ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ അതിനകത്ത് ഒരു പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഉണ്ട്. അതായത് ആ ഓബ്ജക്ട്സിന്റെ ഓരോ ഓബ്ജക്ട്സിന്റെയും പ്രോപ്പർട്ടീസിനെയും മെത്തേഡ്സിനെയും ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഓരോരോ എലമെന്റ്സിന്റെ ഓരോരോ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ മെത്തേഡ്സോ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ പ്രോഗ്രാമിംഗ് ഇന്റർഫേസിൽ വരുന്നത് അതിന്റെ പ്രോപ്പർട്ടിയും മെത്തേഡ്സും ആണ്. ഇവിടെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ ഗെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ ലൈക്ക് ചേഞ്ചിങ് ദ കണ്ടന്റ് ഓഫ് ആൻ HTML എലമെന്റ്. ഒരു HTML എലമെന്റ് ഉണ്ട്, അതായത് P എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്, പാരഗ്രാഫ് ടാഗ് ഉണ്ട്. ആ പാരഗ്രാഫ് ടാഗിനകത്ത് നമ്മൾ ഇന്നർ HTML യൂസ് ചെയ്ത് എഴുതുന്നത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പൊ ആ ഇന്നർ HTML യൂസ് ചെയ്ത് വി ആർ ഗിവിംഗ് സം വാല്യൂ ഇൻ ടു ദാറ്റ് എലമെന്റ്, റൈറ്റ്? സോ അതിനെയാണ് നമ്മൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദെൻ മെത്തേഡ് ഉണ്ട്. മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേനും വാട്ട് എവർ ആക്ഷൻ വി ഹാവ് ടു ഡു, അതാണ് നമ്മൾ മെത്തേഡിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത്. സോ ലൈക്ക് ആഡിങ് ഓർ ഡിലീറ്റിംഗ് ആൻ HTML എലമെന്റ്, പുതിയ എലമെന്റ്സ് ആഡ് ചെയ്യുന്നത്, പുതിയ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതിനെ ഡിലീറ്റ് ചെയ്യുന്നത്, ഇതിനൊക്കെയാണ് നമ്മൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഈ പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡൈനാമിക് HTML ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്നർ HTML എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. സോ മെത്തേഡ് എന്ന് പറയുന്നത് ഗെറ്റ് എലമെന്റ് ബൈ ID, ആ ഒരു എലമെന്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഗെറ്റ് എലമെന്റ് ബൈ ID. ആ എലമെന്റിന്റെ തന്നെ ഇന്നർ HTML എന്ന് പറയുന്നത് അതിന്റെ പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ട ഒരു എക്സാമ്പിൾ തന്നെയാണ്. സോ അപ്പൊ ഇവിടെ ഈ പാരഗ്രാഫിനെ നമ്മൾ ഇതിന്റെ ID ആണ് ഡെമോ എന്ന് പറയുന്നത്. ആ പാരഗ്രാഫ് എലമെന്റിനെ ഡെമോ എന്നുള്ള ID യൂസ് ചെയ്ത് ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ അതിനെ ആക്സസ് ചെയ്യുവാണ്. ആക്സസ് ചെയ്തതിന് ശേഷം അതിന്റെ ഇന്നർ HTML എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഹലോ വേൾഡ് എന്നാക്കി മാറ്റുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പാരഗ്രാഫിനകത്ത് നമുക്ക് ഹലോ വേൾഡ് എന്നുള്ള കണ്ടന്റ് ഡിസ്പ്ലേ ആയിട്ട് വരും. നമ്മൾ ഓൾറെഡി കണ്ട എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതും ആ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ വെച്ചാണ് ചെയ്യുന്നത്. ഇത് വേറൊരു എക്സാമ്പിൾ ആണ്. ഇവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇമേജ് ടാഗിനകത്ത്. അപ്പൊ IMG ടാഗിനകത്ത് അതിന് ID കൊടുത്തിട്ടുണ്ട് ഇമേജ് എന്ന് പറഞ്ഞിട്ട്. ദെൻ സോഴ്സ് ഒരു ഫയൽ നെയിം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വിഡ്ത്തും ഹൈറ്റും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ നമ്മളിവിടെ ആ ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് വി ആർ സെർച്ചിങ് ഓർ ആക്സസിങ് ദാറ്റ് പെർട്ടിക്കുലർ ഇമേജ് എലമെന്റ്. ഓക്കെ, ആ ഇമേജ് എലമെന്റിനെ ആക്സസ് ചെയ്തതിന് ശേഷം വി ആർ ചേഞ്ചിങ് ദ പ്രോപ്പർട്ടി SRC എന്ന് പറയുന്ന ആ ഒരു അട്രിബ്യൂട്ടിനെ ചേഞ്ച് ചെയ്ത് വേറൊരു ഫയൽ നെയിം കൊടുക്കുകയാണ്. ഓക്കെ, smiley.gif എന്നായിരുന്നു നേരത്തെ കൊടുത്തിരുന്നത്. അതിനെ മാറ്റിയിട്ട് landscape.jpg എന്നാക്കി മാറ്റി. അപ്പൊ നമ്മൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത്, ലോഡ് ആവുന്ന സമയത്ത് തന്നെ ഇത് landscape.jpg ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതല്ല വേറെ രീതിയിൽ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ബട്ടണോ എല്ലാം വെച്ചിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണെങ്കിലേ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പം നമുക്ക് ലോഡായി വരുന്ന സമയത്ത് തന്നെ ഈ രണ്ടാമത്തെ landscape.jpg ആണ് നമുക്കിവിടെ ലോഡായിട്ട് വരുന്നത്. ഓക്കെ, സോ അപ്പൊ ഇവിടെ നമ്മളിപ്പോ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറയുന്ന മെത്തേഡും ഈ SRC എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ഇത് നമ്മൾ ആ ഡോം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എലമെന്റ്സിനെയൊക്കെ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു എലമെന്റ് ഉണ്ട് എന്നുള്ളതൊക്കെ ഈ ഡോമിനകത്ത് പോയി നോക്കുമ്പോഴത്തേനും അതിന് മനസ്സിലാവും. ആ ഡോമിനകത്തുനിന്ന് ആ പെർട്ടിക്കുലർ എലമെന്റിനെയാണ് ഇത് കൊണ്ടുവന്നിട്ട് അതിന്റെ SRC പ്രോപ്പർട്ടിയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ HTMLന്റെ സ്റ്റൈല് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് P2 എന്ന് പറയുന്ന ആ പാരഗ്രാഫിനെ നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം അതിന്റെ പ്രോപ്പർട്ടി സ്റ്റൈൽ പ്രോപ്പർട്ടിക്കകത്ത് കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ബ്ലൂ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡൈനാമിക്കലി അതിനെ
അതിന്റെ ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ പാരഗ്രാഫ് 1ഉം പാരഗ്രാഫ് 2 ആയിട്ട് 2 പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ P2നെ മാത്രം ആക്സസ് ചെയ്യുന്നുണ്ട്. P2നെ ആക്സസ് ചെയ്തതിന് ശേഷം സ്റ്റൈൽ ഡോട്ട് കളർ, അതിന്റെ കളർ ബ്ലൂ ആക്കി, ഫോൺ ഫാമിലി ഏരിയയിലാക്കി, ഫോൺ സൈസ് ലാർജർ ആക്കി. അപ്പൊ നമ്മൾ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് we will be accessing this particular element and we'll be changing the style. Okay, അതാണ് ഇതിൽ വരുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ CSS ചെയ്തതെന്ന് പറഞ്ഞാൽ അത് വേറൊരു രീതിയാണ്. ഇതെന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ബ്രൗസറിൽ നമ്മുടെ പ്രോഗ്രാം റൺ ആവുന്ന സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യാനുള്ള പ്രൊവിഷനാണ് നമുക്ക് സ്ക്രിപ്റ്റ് തരുന്നത്. ദെൻ ഇനി ഇതുപോലെ തന്നെ ഇവന്റ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന പ്രൊവിഷൻ ഉണ്ട്. HTML DOM യൂസ് ചെയ്ത് ഇവന്റ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. സോ HTML DOM allows you to execute code when an event occurs. ഒരു ഇവന്റ് ഒക്കർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതും HTML DOM യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഓരോ ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് മൂവ്മെന്റ് നടക്കുന്ന സമയം അതിനെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. സോ അതെന്ന് പറയുന്നത് ഒരു എലമെന്റിൽ ക്ലിക്ക് ആവാം, അല്ലെങ്കിൽ ഒരു പേജ് ലോഡ് ആവുന്നതാവാം, അതല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഫീൽഡിൽ നമ്മൾ എന്തെങ്കിലും വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാവാം. ഇതിൽ ഏത് തന്നെ വന്നാലും നമ്മൾ അതിനെ ഇവന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നോക്കാം. സോ ഇപ്പൊ ഇവിടെ നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബട്ടണിനകത്ത് ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഇവന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഇവന്റിനുള്ളിൽ നമുക്ക് സ്ക്രിപ്റ്റ് ആയിട്ട് ഈ പെർട്ടിക്കുലർ DOM ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കാം. സോ അപ്പൊ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID1. അപ്പൊ ഇവിടെ ആക്ച്വലി നടക്കുന്നത് ഈ ഹെഡ് ടാഗിനെ നമ്മൾ ഇവിടെ ആക്സസ് ചെയ്യുന്നു. ആക്സസ് ചെയ്തതിന് ശേഷം അതിന്റെ സ്റ്റൈലും കളറും സ്റ്റൈലിനകത്ത് കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയെ റെഡ് ആക്കി മാറ്റുവാണ്. അപ്പോൾ നമ്മൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ക്ലിക്ക് ഇവന്റ് നടക്കുവാണ്. സോ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ആ ഇവന്റിലാണ് ഈ ഡൈനാമിക്കലി ഉള്ള ഈ ഒരു കളർ ചേഞ്ച് പറഞ്ഞിരിക്കുന്നത്. സോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ടാഗിന്റെ കളറ് റെഡ് ആയിട്ട് മാറുന്നു. സോ അപ്പൊ ഇതൊക്കെയാണ് ഡൈനാമിക്കലി ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇവന്റ് നടന്ന സമയത്താണ് അത് ആ ഒരു സ്റ്റൈൽ ചേഞ്ച് ഉണ്ടാവുന്നത്. ദെൻ അതുപോലെ തന്നെ ഇതും വേറൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബട്ടൺ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓൺ ക്ലിക്ക് ഇവന്റ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ മൈ മൂവ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് കോൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ മൈ മൂവ്മെന്റ് ഫംഗ്ഷനകത്ത് ഇവിടെ അനിമേറ്റ് എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ആക്സസ് ചെയ്യുന്നുണ്ട്. അനിമേറ്റ് എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഒരു ഡിവ് എലമെന്റ് ആണ്. ആ ഡിവ് എലമെന്റിനെ ആക്സസ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഇന്റർവെൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 5 സെക്കൻഡ്സ് ഇന്റർവെൽ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. പൊസിഷൻ 350 മുതൽ ആ ഇന്റർവെല് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ അത് പൊസിഷൻ ഓരോ തവണയും ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻക്രിമെന്റ് ചെയ്തതിന് ശേഷം ആ പൊസിഷൻ അനുസരിച്ചുള്ള പിക്സൽസ് ആഡ് ചെയ്ത് അതിനെ അതായത് ടോപ്പിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പൊസിഷൻസ് ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന ആ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കി എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്സൽ പൊസിഷൻസിന്റെ കളർ മാറ്റിയാണ് ആ ഒരു മൂവ്മെന്റ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. സോ ഇപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ ആ ഒരു അനിമേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഫ്രെയിമിനെ ഇവിടെ ID വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നു. സെറ്റ് ചെയ്തതിന് ശേഷം ആ ഫ്രെയിമിന്റെ പൊസിഷനാണ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പൊസിഷൻ ഓരോ തവണ ഇൻക്രിമെന്റ് ചെയ്ത് 350 ആവുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ ഇതുപോലെ നമുക്ക് പല രീതിയിലുള്ള ഇഫക്ട്സ് കൊണ്ടുവരാനൊക്കെ ഡൈനാമിക് ആയിട്ടുള്ള ഈ പ്രൊവിഷൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ അതാണ് ജാവാസ്ക്രിപ്റ്റ് HTML DOM എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് jQueryയെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിനെക്കുറിച്ച് ഒരുപാടൊന്നും പഠിക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ എന്താണ് കാര്യമെന്ന് മാത്രം മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിനകത്തുള്ള ഒരു ഇൻബിൽറ്റ് ലൈബ്രറിയാണ്. അതായത് ഇറ്റ്സ് എ ലൈറ്റ് വെയ്റ്റ് റൈറ്റ് ലെസ് ഡു മോർ ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ആൻഡ് ദ പർപ്പസ് ഓഫ് jQuery ഈസ് ടു മേക്ക് ഇറ്റ് മച്ച് ഈസിയർ ടു യൂസ് ജാവാസ്ക്രിപ്റ്റ് ഓൺ യുവർ വെബ്സൈറ്റ്. നമുക്ക് വെബ്സൈറ്റിൽ വളരെ കുറച്ച് മാത്രം കോഡിങ് എഴുതിക്കൊണ്ട്
നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ആ ഒരു പ്രൊവിഷനാണ് jQuery നമുക്ക് തരുന്നത്. അപ്പോൾ ഓൾറെഡി ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ക്രിയേറ്റഡ് ആണ്. അപ്പോൾ ആ ലൈബ്രറീസിനെ നമ്മൾ കോൾ ചെയ്തിട്ട് പല കോമൺ ടാസ്ക്സും നമുക്ക് അത് യൂസ് ചെയ്ത് ചെയ്യിപ്പിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് ലൈൻസ് ഓഫ് കോഡ് നമുക്ക് എഴുതേണ്ട ആവശ്യം വരത്തില്ല. അതാണ് jQuery കൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത്. So it simplifies a lot of the complicated things from JavaScript like AJAX calls and DOM manipulation. ഇപ്പം DOM മാനിപ്പുലേഷനും അജാക്സ് കോൾസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് ഈ ജാവാസ്ക്രിപ്റ്റിനകത്ത് അവൈലബിൾ ആണ്. അതാണ് jQuery എന്ന് പറയുന്നത്. സോ ഈ jQuery ലൈബ്രറിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് HTML DOM മാനിപ്പുലേഷനുള്ള ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, CSS മാനിപ്പുലേഷൻസിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്, HTML ഇവന്റ് മെത്തേഡ്സ്, ഇഫക്ട്സ് ആൻഡ് അനിമേഷൻസ് കൊടുക്കാൻ അജാക്സ്, യൂട്ടിലിറ്റീസ്, ഇതിനെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് jQueryക്കകത്ത് അവൈലബിൾ ആണ്. ദാറ്റ് ഫങ്ഷൻസ് വി ക്യാൻ ഡയറക്ട്ലി യൂസ്. സോ jQuery നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ jQuery.com എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് jQuery ലൈബ്രറി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ അവരുടെ ഒരു കണ്ടന്റ് ഡേറ്റ നെറ്റ്വർക്ക് ഉണ്ട്, ഗൂഗിൾ പോലെ അവരുടെ തന്നെ jQueryയുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ആ നെറ്റ്വർക്കിനകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ jQuery നമ്മുടെ പേജിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് src = jQuery - അതിന്റെ വേർഷൻ .js എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് അതിനെ റെഫറൻസ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്. ഈ രണ്ട് രീതിയിൽ നമുക്ക് jQuery യൂസ് ചെയ്യാം. സോ ഇതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ സ്ക്രിപ്റ്റിനകത്ത് സോഴ്സ് എന്ന് പറയുന്നത് അവരുടെ ആ jQuery CDN നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പൊ ആ സൈറ്റ് അഡ്രസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ സൈറ്റിൽ നിന്ന് jQuery.min.js എന്ന് പറയുന്ന ആ ഒരു jQuery സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ jQuery ലൈബ്രറി നമ്മൾ നമ്മുടെ സ്ക്രിപ്റ്റിലേക്ക്, നമ്മുടെ ഡോക്യുമെന്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം അപ്പൊ അതിനകത്ത് നമുക്ക് പല ഫങ്ഷൻസും ഡയറക്റ്റ്ലി യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, നേരത്തെ അവിടെ ലോഡ് ചെയ്ത് വന്ന സമയത്ത് ഇവിടെ ഹെഡിങ്ങും ദിസ് ഈസ് എ പാരഗ്രാഫ്, ദിസ് ഈസ് അനദർ പാരഗ്രാഫ് എന്ന് പറഞ്ഞ് രണ്ട് പാരഗ്രാഫ്സ് ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് എന്തായി പോയി, ആ പി ഹൈഡ് ആയിപ്പോയി. ഓക്കെ, ആ പാരഗ്രാഫ്സിനെ ഹൈഡാക്കി മാറ്റി. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതിനകത്തേക്ക് എങ്ങനെയായിരുന്നു, ഡോമിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് document.getElementById p എടുത്തതിന് ശേഷം വേണം അതിനെ ഹൈഡ് ചെയ്യാനായിട്ട്. ഇവിടെ ഡോളർ യൂസ് ചെയ്ത് ഇത്രയും കൊണ്ട് നമ്മുടെ ആ ഒരു ഫുൾ കാര്യം നടന്നു. അതായത് ഇവിടെ ഇപ്പൊ ചെയ്തിരിക്കുക $p.hide എന്ന് പറയുമ്പോൾ ആ $p കൊടുക്കുമ്പോൾ തന്നെ അതെന്ത് ചെയ്യും, HTML ഡോമിൽ പോയിട്ട് p എന്ന് പറയുന്ന ആ എലമെന്റിനെ ആക്സസ് ചെയ്യും. ആക്സസ് ചെയ്തിട്ട് അതിനെ ഹൈഡ് ചെയ്യാനുള്ള മെത്തേഡിനെ കോൾ ചെയ്തിരിക്കുകയാണ് .hide എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ബട്ടൺ ക്ലിക്ക് ഇവന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ബട്ടൺ എന്ന് പറയുന്ന ആ എലമെന്റിനെ ആക്സസ് ചെയ്യുന്നു. ആക്സസ് ചെയ്തതിന് ശേഷം അതിന്റെ ക്ലിക്ക് ഇവന്റ് എഴുതിയിരിക്കുന്നു. ക്ലിക്ക് ഇവന്റിനകത്താണ് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ആ ഫംഗ്ഷൻ അകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്, p എലമെന്റിനെ ആക്സസ് ചെയ്ത് ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ആ ഡോക്യുമെന്റിനെ അല്ലെങ്കിൽ ഡോമിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഔട്ടർ ആയിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ ഡോക്യുമെന്റിനെ റെഡി ആയിട്ട് ആക്സസ് ചെയ്യുക. ആക്സസ് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഫംഗ്ഷനുള്ളിൽ ചെയ്യേണ്ടത് എന്താണ്, ബട്ടണിനെ ആക്സസ് ചെയ്യണം. ബട്ടൺ ആക്സസ് ചെയ്യുമ്പോൾ അതിന്റെ ക്ലിക്ക് ഇവന്റ് ഉണ്ട്. ആ ക്ലിക്ക് ഇവന്റിനുള്ളിൽ വേറൊരു ഫംഗ്ഷൻ കോൾ ചെയ്യണം. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് p എലമെന്റിനെ ആക്സസ് ചെയ്തിട്ട് അതിനെ ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റ് ഇത്രയും കാര്യങ്ങൾ എഴുതണമെങ്കിൽ ആ സ്ക്രിപ്റ്റിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വന്നേനെ, ആ ഗെറ്റ് ഡോക്യുമെന്റ് ID യൂസ് ചെയ്ത് ആ ഓരോരോ ഇതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇത് എഴുതണം. അപ്പൊ അത്രയും ലൈൻസ് ഓഫ് കോഡിന് പകരം നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ട് ഡോളർ യൂസ് ചെയ്ത് ആ ഒരു നമ്മുടെ ആ ഫുൾ കോഡിനെ ഒരുപാട് കോമ്പാറ്റിബിൾ ആക്കി മാറ്റി. ഇതാണ് ജെസ്ക്രിപ്റ്റ് കൊണ്ടുള്ള അല്ലെങ്കിൽ ജെസ്ക്രിപ്റ്റ് അല്ല jQuery കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നില്ല. നിങ്ങൾ കൂടുതൽ പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ
W3 സ്കൂൾസിനകത്തൊക്കെ ഒരുപാട് ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇതിന്റെ ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഡോളറിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോളർ ദെൻ സെലക്ടർ ഡോട്ട് ആക്ഷൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. സെലക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഐഡിയോ നമുക്ക് ഏത് ഇതാണോ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ക്ലാസ് ഒക്കെ യൂസ് CSS എലമെന്റ് ഒക്കെ ആണെങ്കിൽ അതിൽ നമ്മൾ സെലക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സെലക്ടേഴ്സ് കൊടുക്കാം. HTML എലമെന്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ID കൊടുക്കാം. ഇങ്ങനെ പല രീതിയിൽ നമുക്കിവിടെ സെലക്ടർ കൊടുക്കാം. ദെൻ അതിനുശേഷം ആക്ഷൻ എന്ന് പറയുന്നത് അതിനകത്ത് എന്ത് മെത്തേഡാണോ പെർഫോം ചെയ്യേണ്ടത് അതാണ് നമ്മൾ ആക്ഷൻ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കണം താല്പര്യമുള്ളവർക്ക്, കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ അറിയാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയും കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് ഇതെന്താണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രം മതി. ഞാനിപ്പോൾ തൽക്കാലം അത് അത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ.